ഒരു ദിവസം ഒരു വാക്ക് ഇന്നത്തെ വാക്ക് പിടിച്ചോ സ്കോൾഡ്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് സ്കോൾഡ് എന്ന് പറഞ്ഞാൽ ചീത്ത പറയുക. സ്കോൾഡ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ചീത്ത പറഞ്ഞു എന്നാണെങ്കിലോ സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞു. ഇപ്പോ അവൻ എന്നെ ചീത്ത പറഞ്ഞു എങ്ങനെ പറയാം? സിമ്പിൾ, ഹി സ്കോൾഡഡ് മീ. ഇപ്പോ മാനേജർ എന്നെ ചീത്ത പറയുന്നാണെങ്കിലോ the manager will scold me. the manager will. അതായത് ഭാവികാലാകുമ്പോൾ വിളിച്ചെടുക്കുക. the manager will scold me. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ലീവ് എടുത്താൽ മാനേജർ എന്നെ ചീത്ത പറയും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ലീവ് എടുത്താൽ മാനേജർ എന്നെ ചീത്ത പറയും. ഇഫ് ഐ ടേക്ക് ദ ഡേ ഓഫ് ദ മാനേജർ വിൽ സ്കോൾഡ് മീ. തിരിച്ചും പറയാം, ദ മാനേജർ വിൽ സ്കോൾഡ് മീ ഇഫ് ഐ ടേക്ക് ദ ഡേ ഓഫ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ വീട്ടിൽ ലേറ്റ് ആയാൽ അമ്മ എന്നെ ചീത്ത പറയും. അതെങ്ങനെ പറയാം? അമ്മ പോട്ടെ, വൈഫ്. അമ്മ ചീത്ത പറയില്ല, വൈഫാണ് ചീത്ത പറയാം. അപ്പൊ ഇന്ന് ഞാൻ ലേറ്റ് ആയാലും അമ്മ my wife will scold me if I get back home late. my wife will scold me if I get back home late. മനസ്സിലായോ? എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇനി ഐ സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത പറഞ്ഞു. അപ്പൊ എനിക്ക് ചീത്ത കിട്ടിയെന്ന് എങ്ങനെ പറയാം? ഐ സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത പറഞ്ഞു. ഐ വാസ് സ്കോൾഡഡ് അങ്ങനെ പറയാം. ഐ വാസ് സ്കോൾഡഡ് അതൊരു പാസീവ് വോയിസ് ആണ്. ഐ വാസ് സ്കോൾഡഡ് ബൈ ദ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മാനേജർ ചീത്ത പറഞ്ഞു എന്നാ, അല്ലെങ്കിൽ മാനേജറിൽ നിന്ന് എനിക്ക് ചീത്ത കിട്ടി എന്നാണ്. ഓക്കെ, ഐ വാസ് സ്കോൾഡഡ് എനിക്ക് ചീത്ത കിട്ടി. ഐ സ്കോൾഡഡ് ഞാൻ ചീത്ത പറഞ്ഞു എന്നാ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്കോൾഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് എഴുതാം, ഇവിടെ കോമന്റ് ചെയ്യാം. എല്ലാവരും ചെയ്യണം. 100 പേര് ചെയ്താൽ 100 സെന്റൻസ് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ ഗൈസ്, ഇതൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഡെയിലി വാക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ 2 മാസത്തെ കോഴ്സ് ഡെയിലി ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് സെറ്റ് ആക്കാം. മുകളിൽ പോകാം, ബയോ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാം. താങ്ക് യു.